ചക്ക തന്നെയാണ് താമര. താമര തന്നെയാണ് ചക്ക. ചക്ക പൊളിച്ചിരിക്കുമ്പോൾ താമരയുടെ ഇതളുകൾ പോലെയുണ്ട് അഞ്ജലി നായർ. ഇതിങ്ങനെ ആവേശം തോന്നുമ്പോൾ ചിലരൊക്കെ എന്തും പൊട്ടത്തരം വിളിച്ചു പറയും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഓറഞ്ച് പൊളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണേ താമരയുടെ ഇതൾ പോലെയല്ലേ. അതുപോലെ തന്നെയാണ് മറ്റു ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ മുറിച്ചാലും താമരയുടെ ഇതൾ പോലെയൊക്കെ തോന്നും. ഈ താമരയുടെ ഇതൾ ഈ ചക്ക പൊളിച്ച് കഴിക്കുമ്പോൾ എങ്ങനെയായിട്ടാണ് സാമ്യമാവണേന്ന് അറിയാൻ പറ്റും. എന്തായിരുന്നാലും ഈ സ്ഥാനാർത്ഥിത്വം, അതായത് ഇങ്ങനെ ഭയങ്കര മത്സരിക്കാനുള്ള ആവേശം മൂട്ടി ചില പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയില്ലേ, അതുപോലെ കണ്ടാൽ മതി. വേറെ തെറ്റിദ്ധരിക്കുന്ന അകത്തൊന്നും വിചാരിച്ചേക്കരുത്. അപ്പോൾ നമ്മളത് ഡബിൾ മീനിങ് ഒന്നും പറയാനോ ഉദ്ദേശിച്ചോ ചിന്തിച്ചോ പറയുന്നില്ല. അത് എൻ്റെ ചാനലിൽ ഞാൻ കൊണ്ടുവരാറില്ല. ഡബിൾ മീനിങ് അതൊന്നും എനിക്കിഷ്ടമല്ല. അത് അങ്ങനെ പറയണമെന്നും, അതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ഇതുപോലുള്ള പൊട്ടത്തരങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കുക. വെറുതെ കോപാളിയാവാൻ നിൽക്കരുത്. ഒന്നാമത് NDA സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ എന്നായാലും നമ്മളെ എയറിലേക്ക് പോയിക്കൊണ്ടാണ്. ഇപ്പോൾ അവരാണ് നമ്മുടെ അഖിൽമാരാർ. ഓരോ പൊട്ടത്തരം ഓരോ ദിവസം ചെയ്തുകൊണ്ട് പുള്ളി അങ്ങനെ ഇരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലേക്ക് ഈ അഞ്ജലി നായരും വന്നുകൊണ്ടിരിക്കുക. അതിന് ചക്ക തന്നെയാണ് താമര എന്നൊക്കെ പറയുന്നത് വെളുത്തരം എന്ന് കാണിക്കില്ല. ആളിനെ പട്ടിക എന്നുള്ളത് രാഷ്ട്രീയത്തിലേക്കുള്ള പല രീതിയിലുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ അതൊരു ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് പുള്ളിക്കാരി ഇത് പറഞ്ഞായിരിക്കാം. എന്നിരുന്നാലും ഈ മാതിരി പൊട്ടത്തരങ്ങളൊന്നും പറയാതിരിക്കുക.